നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ട്രിപ്പ് പോകണം, നിപ്പിൽ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അങ്ങനെ ഇത് വെറും അരമണിക്കൂർ കൊണ്ടെടുത്തൊരു തീരുമാനത്തിൽ ഉണ്ടായൊരു ട്രിപ്പാണ്. അവരൊക്കെ ഓൾറെഡി പോകാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തത് അരമണിക്കൂർ മുമ്പ്. അങ്ങനെ ഇവരുടെ കൂടെ ആദ്യം വരത്തില്ല എന്ന് പറഞ്ഞ് വലിയ ജാട ഇട്ടാണെന്ന് ലാസ്റ്റ് ഒരു നാണമില്ലാതെ ഇവരുടെ കൂടെ തന്നെ ഞാൻ പോയി. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് നമ്മൾ അതിരപ്പള്ളിയിലോട്ടാട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാക്കിയുള്ള കൂടെയുള്ള കൂട്ടുകാർ, ഐ മീൻ കസിൻസ്. അങ്ങനത്തെ ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ എൻ്റെ കെട്ടിയവനെ കൂടെ എടുക്കാൻ പറ്റിയില്ല, അതിന് വരാൻ പറ്റിയില്ല. അത് ഫാമിലി ട്രിപ്പൊക്കെ, ആളൊരു ഇൻവെർട്ടർ ആയതുകൊണ്ട് ഫാമിലി ട്രിപ്പിലോട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പോയി ലാസ്റ്റ് വിശന്ന് കണ്ണ് കാണാത്തൊരു പരുവായപ്പോഴത്തേക്ക് ഓർത്ത് എന്തെങ്കിലും ഒന്ന് കഴിക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾ ദോശ കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി. ഒരു സാധാ ഒരു കുഞ്ഞു തട്ടുകട നമ്മുടെ NH-ൻ്റെ തൊട്ട് സൈഡിൽ തന്നെ. അപ്പോൾ ആദ്യം ഞങ്ങൾ ഒരു വണ്ടിയിലുള്ള ആൾക്കാർ ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പുറകെ വന്ന അവരും ചവിട്ടി. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കയറിയപ്പോഴത്തേക്ക് ലാസ്റ്റ് അവർ പാനിക്കായി. ഇത്രയും ആൾക്കാർ നമ്മുടെ കടയിൽ വരാറില്ലല്ലോ എന്നെഴുതി. അങ്ങനെ അവിടെ നിന്ന ബംഗാളി പിള്ളേരാണെന്ന് തോന്നുന്നു. അവരെല്ലാം ഓടിപ്പോയി. ഒരാൾ പോയി ദോശമാവ് വാങ്ങിക്കുന്നു, ഒരാൾ പോയി മുട്ട വാങ്ങിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു അലമ്പാക്കി. ആ കട മൊത്തം ഞങ്ങൾ അലമ്പാക്കി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ റിസോർട്ടിലെത്തുന്നതിൻ്റെ അതിരപ്പള്ളിയിലാട്ടോ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്ത്. അങ്ങനെ എത്തുന്നതിൻ്റെ മുമ്പേ പൂളിൽ കിടന്ന് കളിക്കാൻ ബോൾ വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ബോൾ നമുക്ക് ആ രാത്രി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് ആ ബോളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തൊക്കെ ത്യാഗം സഹിക്കണം. അപ്പോൾ ഇത് ഞാനും അയൺ ബേബി മാത്രമുള്ള റൂമാട്ടോ. അടിപൊളി റൂമായിരുന്നു. നമ്മൾ റിവറൈൻ എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു പോയിരുന്നത്. അപ്പോൾ ഞങ്ങൾ മൊത്തം 5 റൂമാണ് ബുക്ക് ചെയ്തിരുന്നത്. അതിൽ 4 റൂമ് ഓക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ മെയിനായിട്ട് ഞങ്ങളുടെ ഹൈലൈറ്റായ ഹണിമൂൺ കപ്പിൾസിന് കിട്ടിയ റൂം ഭയങ്കര ചെറുതായിപ്പോയി. അതിൽ നമ്മുടെ വെള്ളമില്ലായിരുന്നു, ടർക്കി ഇല്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു റൂം മാത്രം മൊത്തം പ്രശ്നമായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഇതൊക്കെയാണ്. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കണ്ടുമുട്ടുന്നത്. എല്ലാവരും പല പല വണ്ടിയിലാണ്. അങ്ങനെ മൊത്തം ഞങ്ങൾ 5 വണ്ടിയിലാണ്. ഒരു വണ്ടി ഫുള്ള് ബാച്ചിലേഴ്സ്, ബാക്കി എല്ലാം ഫാമിലി. ഇത് ബാച്ചിലേഴ്സും ഫാമിലിയും തമ്മിലൊരു അടി വരെ ഇതിനകത്തുണ്ട് കേസ്. അങ്ങനെ ഞങ്ങളുടെ ഇതായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. നമ്മൾ അവിടെ ഓൾറെഡി ബാർബിക്യൂ സെറ്റപ്പൊക്കെ ചെയ്യാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം ഒരു സെറ്റ് മൊത്തം കരിഞ്ഞു. ഒരു സെറ്റ് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ പൊറോട്ടയും അതൊക്കെയായി പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേരും ആച്ചിക്ക് എല്ലാവരുമായിട്ട് പിള്ളേരുമായിട്ടുള്ള ബഹളം ഉണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പൂളിൽ കിടന്ന് കുളിക്കാൻ പോകുന്നു. അപ്പോൾ പൂളിൽ പോകാനുള്ള എല്ലാ സെറ്റപ്പ് റെഡിയാണിത്. പിന്നെ കപ്പിൾസ് ഇത് എന്താ പറയുക, പ്രവാസ ജീവിതത്തിൻ്റെ ഇടയിൽ സന്തോഷിക്കാൻ വേണ്ടി വന്നതാണോ സങ്കടപ്പെടാൻ വേണ്ടി വന്നതാണോ എന്നറിയത്തില്ല. എന്നാലും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഹൈലൈറ്റായ പൂളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂള്. ക്ലോസ്ഡ് ആയിട്ടുള്ള പൂളാട്ടോ. പക്ഷെ നല്ല രസമുണ്ട്. അതോടെ സ്വിമ്മിങ്. അപ്പോൾ അവർ ഓൾറെഡി അവിടെ നോ ഡൈവൊക്കെ എഴുതിയാൽ ഞാൻ കുറേ റീലൊക്കെ കണ്ട് അത് കളിക്കണം ഇത് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ പോയതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. ലാസ്റ്റ് അവിടെ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അത് വല്ലാത്തൊരു പ്രശ്നമായിപ്പോയി. അത് കാരണം വെച്ചാൽ സ്പീക്കറൊക്കെ വെച്ചാലല്ലേ ഒരു ഓളമുള്ളൂ. അങ്ങനെ ഒരു റീൽ എടുക്കാനായിട്ട് ലാസ്റ്റ് ഇവരെ മൊത്തം മഴക്കിട്ടിട്ട് അവർക്ക് ഒരു 5 മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കും, ഒരു റീൽ എടുത്തോട്ടെ എന്ന് കരുതി അങ്ങനെ എല്ലാവരുടെ കാല് പിടിച്ചിട്ടാണ് ഞങ്ങളൊരു റീൽ എടുത്തത്. പക്ഷെ പൂള് വൈബ് അതായത് എന്താ പറയുക, ഈ രാത്രി ഈ പൂളിൽ കിടന്ന് കളിക്കുകയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ രാവിലെ ആകുമ്പോൾ പൂളിൽ ഇറങ്ങണമെന്നൊക്കെ കരുതി. പിന്നെ അതിന് വേണ്ട ഡ്രസ്സൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇനി ഇതൊക്കെ ഇനി ഉണങ്ങണ്ടേ, അതാലോചിക്കുമ്പോഴത്തേക്കാണ് അടുത്തത്. പിന്നെ നീന്തലറിയാത്ത എല്ലാവരും ഉണ്ട്. അണ്ടനും അടകോടനും ചട്ടനും പൊട്ടിയും എല്ലാം കൂട്ടത്തിൽ വിവരമുള്ള ഒരെണ്ണം പോലും ഇല്ല. പിന്നെ കൂട്ടത്തിൽ ഇച്ചിരിയെങ്കിലും വിവരമുള്ള ആൾ അത് ഞാനാണ് ഗൈസ്. അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പം റൂബി, അസീന, നൂർജ, സാദിയ. അപ്പോൾ സാദിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതുപ്പെണ്ണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ഇനി ഞങ്ങൾ ഇവിടെ കിടന്ന് ഒന്നിനും നീന്താൻ അറിയത്തില്ല. ലാസ്റ്റ് ഈ തവളയൊക്കെ പൊങ്ങി കിടക്കുന്ന പോലെ ഒരാളെങ്കിലും നീന്തുന്നുണ്ട്. ബാക്കി എല്ലാവരും അവിടെ കിടന്ന് ബോൾ കളി, ക്യാൻ എറിഞ്ഞ് കളിക്കുന്നത്. അങ്ങനെ അവർ അവരുടെ ബഹളത്തിൽ, ഞങ്ങൾ ഞങ്ങളുടെ ബഹളത്തിൽ. കാരണം വെച്ചാൽ നീന്താൻ വലുതായിട്ട് അറിയാത്തതുകൊണ്ട് അവിടെ പോയി പ്രത്യേകിച്ച് പങ്കെടുക്കാനൊന്നുമില്ല. അങ്ങനെ ഇതൊക്കെ കണ്ട എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ്. അങ്ങനെ അയൺ ബേബി കുറച്ച് കലിപ്പിലാണ് കേട്ടോ. ഞാനിപ്പോഴത്തെ വലിയ പൂളിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തവള. തവള വെള്ളത്തിൽ പൊങ്ങി കിടന്ന് പോകുന്നതുണ്ടോ.
അങ്ങനെ എൻ്റെ മോളും ഞാനായിട്ട് ചെറിയൊരു അടിയായി. കാരണം വെച്ചാൽ അവൾക്ക് വലിയ പൂളിൽ ഇറങ്ങണം, എനിക്ക് തന്നെ പൂളിൽ നിൽക്കാൻ മര്യാദയ്ക്ക് അറിയത്തില്ല. അപ്പോൾ അവളെ കൂടെ ഇത്ര ഡീപ്പിൽ ഇറക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര. പിന്നെ ഇവർ ഇടയ്ക്ക് വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരല്ലേ അടിയും പിടിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മാസ്റ്റർ പീസ് റീൽ. കാരണം വെച്ചാൽ പാട്ട് കേൾക്കാനില്ല, 2 എണ്ണം അങ്ങോട്ട് കാണിക്കുമ്പോൾ 3 എണ്ണം അങ്ങോട്ട് കാണിക്കുക. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 7-8 ടേക്ക് എടുക്കേണ്ടി വന്നു അറ്റ്ലീസ്റ്റ് ഒന്ന് കിട്ടാനായിട്ട് ഒരു റീലെങ്കിലും. ഇതൊക്കെയാണ് അതിൻ്റെ ബാക്കി സീൻസ്. ബാക്കി 2 പേരും മുങ്ങിയ കേട്ടോ. 2 പേരും ഞങ്ങൾ ഇതിലൊന്നും ഇല്ല, ഞങ്ങൾക്ക് തിരിച്ച് കുടുംബത്തിൽ പോയി കയറേണ്ടതാണ് എന്ന് കരുതിയിട്ട് അങ്ങനെ 2 പേരും ഞങ്ങളുടെ കൂട്ടത്തിൽ പങ്കെടുത്തില്ല. പിന്നെ ഞങ്ങൾ പിന്നെ ബേസിക്കലി അലവലാരത്തരം എല്ലാം കയ്യിലുള്ളതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഇതൊക്കെയാണ് ബാക്കി. നീന്തലും ബഹളവും. അങ്ങനെ ആർക്കും നീന്താൻ അറിയത്തില്ല സത്യം പറയാലോ, പ്രോ ആയിട്ട് ആരും ഇല്ല. ഞങ്ങളുടെ പോലീസുകാരെ മാത്രമേ ഉള്ളൂ ഇച്ചിരി നീന്താനായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് വിശന്നിട്ടൊരു രക്ഷയില്ല. പൂളിലിറങ്ങിയാൽ വിശക്കുന്നുള്ളൊരു സത്യം ഞാൻ അന്നാട്ടോ മനസ്സിലാക്കിയത്. അങ്ങനെ റൂമിൽ വന്നൊരു ബ്ലാക്ക് കോഫി കുടിക്കാം. ബ്ലാക്ക് കോഫിയാണ് ആദ്യം പ്ലാൻ ചെയ്തത്, പക്ഷേ അത് മിൽക്ക് കോഫിയിലോട്ട് ഞങ്ങളത് മാറ്റി. അത് കഴിഞ്ഞ് അവിടെ ആണെങ്കിൽ ഒരു പെട്ടിക്കട പോലും ഇല്ല എന്തെങ്കിലും പോയി വാങ്ങിക്കാനായിട്ട്. സാധാരണ ഞാൻ ട്രിപ്പ് പോകണമെങ്കിൽ എൻ്റെ ബാഗ് നിറച്ചും കഴിക്കാനുള്ള സാധനം. ഇത് ഞാൻ അരമണിക്കൂർ ഷോപ്പിങ്ങിന് പോലും സമയം കിട്ടാത്തതുകൊണ്ട് ഒരു ബാഗിലൊന്നും ഒന്നും ഇല്ലായിരുന്നു കഴിക്കാനായിട്ട്. Good night, everyone. Have a good sleep. Tomorrow we are going back to our homes tonight, and we sleep in our own homes. Bye. See you there. അങ്ങനെ നേരം പലപലാന്ന് പിളർന്നു, എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ സാധനമൊക്കെ നമ്മുടെ ബാക്കിലുണ്ടായിരുന്നു, നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ എന്താ പറയുക ബാൽക്കണി വ്യൂവിലുണ്ടായിരുന്നു എന്നുള്ള സത്യം രാവിലെ മനസ്സിലായി. ഇങ്ങനത്തെ ഒക്കെ ഐറ്റം അവിടെ ഉണ്ടെന്ന് ഞാൻ ഇന്നലെ രാത്രി ഞങ്ങൾ രാത്രി കാണാനായിട്ട് അവിടെ ഒന്നും ഇല്ലായിരുന്നു, ഇരുട്ടല്ലായിരുന്നു. അങ്ങനെ ബാൽക്കണിയിലിരുന്ന് കുറച്ച് നേരം എന്താ പറയുക കാഴ്ചകളൊക്കെ കണ്ട്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ഒക്കെ നമ്മളിങ്ങനെ പോകുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു നരനാണ് പോകുന്നത്. നരൻ കുറച്ചേരം അവിടെ വെള്ളത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കറങ്ങുന്നതാണ്. ഇപ്പുറത്ത് ആരെങ്കിലും കാണും, അല്ലാതെ വേറെ പണിയൊന്നും ഇല്ല. അങ്ങനെ ഒരാൾ രാവിലെ തന്നെ കുളിക്കാനായിട്ട് കുളത്തിൽ പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും തണുപ്പായതുകൊണ്ട് ഇവൻ്റെ അത്രയോളം തലയ്ക്ക് വേറെ ആർക്കും ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങ് ഇറങ്ങിയില്ല. അങ്ങനെ കുളിസീനും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആട്ടോ. എന്നുവെച്ചാൽ ആ ഒരു ഏരിയ ഫുള്ള് റിസോർട്ട്സാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു ഓഫ് റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു കടയില്ല, ഒന്നുമില്ല, ഈ റിസോർട്ടുകൾ മാത്രം. എൻ്റെ ഒരു അപേക്ഷയാണ് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പെട്ടിക്കടയെങ്കിലും തുറന്നു വെക്കണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതേ ആശാനെ ഇപ്പോഴാണ് കണ്ടത്. അവന് പറഞ്ഞു ഇതൊക്കെ മിക്കവാറും നാളെ റീലായിട്ട് എന്തെങ്കിലും ട്രോളായിട്ട് വരും, എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞതേ ആളോടെ ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാവരും വിളിക്കുന്നുണ്ട്, പക്ഷേ തലയ്ക്ക് ഓളമുള്ളതുകൊണ്ട് ആരും ചെന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇടിയപ്പം, അപ്പം, പൂരി, കടലക്കറി, കിഴങ്ങ് കറി, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, അതൊക്കെയായിരുന്നു നമുക്ക് രാവിലെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഇപ്പം നമ്മുടെ ഇടിയപ്പം കടലയും കഴിച്ചിരുന്ന ആൾക്കാരാണ്. ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ കാണില്ല. പിന്നെ അങ്ങനെ അവരവിടെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓർത്ത് തന്നാൽ പിന്നെ നമുക്കും പോയാലോ. കുറച്ച് കൂട്ടത്തിലുള്ള എല്ലാം കപ്പിൾസും കുറച്ച് ബാച്ചിലേഴ്സും പിന്നെ ഞാനും അങ്ങനെ ഞങ്ങൾ പോയുള്ളൂ. അവർ വർത്താനമൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഇതൊക്കെ ട്രോളാക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ ട്രോളുകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതോടെ ഇവർ എന്നെ ചവിട്ടുകൂട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റിനുണ്ടാകും. അങ്ങനെ അത്യാവശ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് ഇറങ്ങാമെന്നൊക്കെ കരുതി. അങ്ങനെ ബാക്കി കുറച്ച് പേര് ഇറങ്ങി, കുറച്ച് പേര് റൂമിലുണ്ട്. അങ്ങനെ പലരും പല സ്ഥലത്തായിരുന്നു. പൂളുള്ള സമയത്തായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടത്. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ചെക്കൗട്ട് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ രാത്രി. ഈ സാധനമൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ എന്തായാലും പോയതല്ലേ ക്രിക്കറ്റ് കളി, അങ്ങനത്തെ പല ബഹളങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓർത്ത് കുറച്ച് എസ്തെറ്റിക് വീഡിയോ ഒക്കെ എടുത്താലോ എന്ന് കരുതി. കാരണം വെച്ചാൽ ആംബിയൻസ് പൊളിയല്ലേ, അങ്ങനെ ഓർത്ത് കുറച്ച് എസ്തെറ്റിക് സാധനമൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതി ഇവിടെ ഇരുന്നെയാണ്. ഇതൊക്കെ എസ്തെറ്റിക് ആക്കണം, പക്ഷെ ഞാനൊന്നും ആക്കിയില്ല. ആക്കുമ്പോൾ ആരെങ്കിലും വീഡിയോ എഡിറ്റ് അറിയാവുന്ന ആരെങ്കിലും കാല് പിടിച്ച് ഒരു വീഡിയോ എങ്കിലും സെറ്റാക്കണം. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ വർത്താനം ഇതുവരെ തീർന്നില്ല, എന്തുവാണെന്നറിയത്തില്ല, എന്തൊക്കെയോ കാര്യമായിട്ടിരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെ പിടിച്ച് തള്ളി മാറ്റി. എല്ലാവരും ഞാൻ ഊഞ്ഞാലിൽ പോയിരിക്കാൻ നേരത്ത് ഓരോരുത്തരായിട്ട് പോയിരിക്കുന്നത്. എനിക്ക് ഊഞ്ഞാലിരിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാത്തിനും പുറത്താക്കി. അങ്ങനെ ഞാൻ തന്നെ ഊഞ്ഞാലിൽ കയറിയിരുന്ന് ഇതൊക്കെ
വീഡിയോ എടുക്കുക എന്താ പറയുക എസ്തെറ്റിക്കായിട്ട് വരും. പക്ഷെ ഓരോരുത്തരൊക്കെ എസ്തെറ്റിക് ഇടുമ്പോഴത്തേക്ക് ഇതെങ്ങനെ ഇടുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. പിന്നെ അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ റൂമിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ പെട്ടിയായിട്ട് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു. പക്ഷേ ആക്ച്വലി ഞങ്ങളുടെ ഒരു ട്രിപ്പിൻ്റെ ഒരു എന്താ പറയുക മെയിൻ പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി അങ്ങോട്ട് ഫുൾ യാത്രയാണ്. ഇത് പോലീസുകാരനാട്ടോ, പോലീസുകാരനും ഭാര്യ കറക്കാൻ അറിയത്തില്ല, എന്ത് ചെയ്യാൻ. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ജഹാൻ റെഡി ആയിട്ടുണ്ട് അടുത്ത ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട്. ഇവിടുന്ന് അങ്ങോട്ട് യാത്രയുടെ ഒരു ഗതിയെ അങ്ങ് മാറിപ്പോയി. ഞങ്ങളുടെ അടുത്ത് വാൽപ്പാറ പോകാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ ആദ്യം ഓർത്ത് വാൽപ്പാറ പോകണോ അതിരപ്പള്ളി വാട്ടർഫോൾസിൽ പോകണോ അതോ മറ്റേ അവിടെ കുറേ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ടല്ലോ അവിടെ എവിടെയെങ്കിലുമൊക്കെ കയറണമെന്ന്. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ഗായ്സ്. അങ്ങനെ ഫുള്ള് യാത്ര. ഇനി അങ്ങോട്ടുള്ള യാത്ര നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം വെച്ചാൽ ഈ ബാച്ചിലേഴ്സൊക്കെ പോയാൽ അവർക്കൊരൊറ്റ ട്രിപ്പ് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം അവിടെ എത്തണം. പക്ഷേ ഫാമിലിയായിട്ട് പോയാലും നിർത്തി പോകണം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഫാമിലിയായിട്ട് പോകുമ്പോൾ വേറെ യാത്ര, ബാച്ചിലേഴ്സ് ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോകുമ്പം അത് വേറൊരു വൈബ്. അങ്ങനെ ഇവിടെ കാടും മേടും ഇതൊക്കെ രാത്രി നമ്മൾ വന്ന വഴിയാട്ടോ, രാവിലെ ഇത് കാണുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പാം ഓയിൽ. ഇത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത്രയും കാലം ഓർത്തത് വേറെന്തോ ഒരു സാധനമാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു കായോ അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ പാം കുരു ഇതിനകത്തു നിന്നാണ് നമ്മൾ പാം ഓയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളവരുടെ വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മളങ്ങനെ നിൽക്കും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരോ ബഹളവും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ്, ത്രില്ല്. പിന്നെ പിള്ളേരെല്ലാം കൂടിയാൽ പിന്നെ പറയണ്ടല്ലോ. പക്ഷെ നമ്മുടെ പരുവത്തിനുള്ള ആരെയും കിട്ടിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഒരു ആശ്വാസം. ഉഴുന്നുവട, പരിപ്പ് വട, കട്ടൻ ചായ, ഐസ്ക്രീം. അങ്ങനെ പോകുന്ന വഴി നമ്മൾ കഴിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് അത്ര ബോറടിക്കത്തില്ല. അങ്ങനെ ഇതെന്തോ സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു അവിടെ നടരുന്നത്. അവിടെ ക്യാരവാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിരപ്പള്ളി അവിടെ എത്തി. പക്ഷേ നമുക്ക് അന്നൊരു അബദ്ധം പറ്റിപ്പോയി. കാരണം വെച്ചാൽ അന്ന് ഓൾറെഡി എത്രാണ്ട് 750 അത്ര വെഹിക്കിൾസേ കയറാൻ പാടുള്ളൂ നമ്മുടെ വാൽപ്പാറയിലോട്ട് പോകുന്ന വഴി. പക്ഷേ അവിടെ 750 കൂടുതലായി. ഇനി വണ്ടിക്ക് നമ്മൾ ഓൾറെഡി കയറാൻ പാസ്സൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. പക്ഷേ എല്ലാം നമ്മുടെ പെൻഡിങ്ങിലാണ് കിടന്നിരുന്നത്. അങ്ങനെ നമുക്കത് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത് വീണ്ടും ഒന്ന് പോയിട്ട് വരാം. ലാസ്റ്റ് നമ്മൾ സമയം കാരണം 6 മണിക്കുള്ളിൽ നമ്മൾ തിരിച്ചിറങ്ങുകയും വേണം. അപ്പോൾ ഓർത്ത് എന്നാൽ ആദ്യം അവിടെ പോകാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിവിടെ വന്ന് വാട്ടർഫോളിൻ്റെ അവിടെയൊക്കെ കയറാമെന്നൊക്കെ കരുതി ഞങ്ങൾ പ്ലാൻ ചെയ്ത്. അങ്ങനെ ഇവിടെ തൊട്ട് നമ്മൾ വേറൊരു വൈബിലേക്ക്, വേറൊരു കാലാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ വേറൊരു എന്താ പറയുക പച്ചപ്പ് ഹരിതാപം അതിൻ്റെ ഒക്കെ ആ ഒരു അങ്ങേയറ്റത്തിലോട്ട് നമ്മൾ പോകുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് KSRTC ബസ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തി അവർ ഓരോ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇന്ന സ്ഥലത്ത് നമ്മൾ എത്തി, ഇവിടെ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ. പിന്നെ നമ്മുടെ ആ കാട്ടിൽ പോകുകയാണെങ്കിൽ അതിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് മഴയല്ലേ. മഴയില്ലാണ്ട് നമ്മൾ കാട്ടിൽ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു മൺസൂൺ ഒരു ബൈൻഡിങ് നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വണ്ടി നിർത്തി ഉച്ചയായപ്പോഴത്തേക്ക് വീണ്ടും വിശപ്പിൻ്റെ വിളി വന്ന്. അങ്ങനെ ആ പോകുന്ന ആ വളവിൻ്റെ അവിടെ ഒരു കറിയാണ്. എനിക്ക് അവിടെ ഓൾമോസ്റ്റ് ഒരു തമിഴ് ആ ഒരു ടച്ചാന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് പേര് നെയ്ച്ചോറും കറി ബീഫ് കറിയൊക്കെ കഴിച്ച് എന്നെ കാട്ടിൽ പോയതല്ല. അപ്പോൾ കാട്ടിലൂണ് കഴിക്കണം. എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കാട്ടിലൂണിനകത്ത് നമുക്ക് പയർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പിന്നെ അവിടെ കിട്ടുന്നൊരു ഫിഷ് ഉണ്ടായിരുന്നു. അത് എന്ത് പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. കാരണം അവരുടെ അവിടെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കിട്ടുന്നൊരു ഫിഷാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഊണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നെയ്ച്ചോറിനെ കാട്ടി അടിപൊളി ഈ കാട്ടൂണ്. അതായത് ബിസ്മി ഹോട്ടൽ നമ്മുടെ കാടിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു സ്ഥലം. ഞാൻ ആലോചിക്കും ഇവിടെ കറണ്ട് പോയിട്ട് 2 ദിവസം നമുക്കൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മേല. അങ്ങനെ കുറച്ച് കാട്ടുപഴം കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് എഴുതി ഇറങ്ങി. അപ്പോൾ എല്ലാ കടയിലും ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടുത്തെ സോപ്പ് എനിക്കൊന്ന് അവിടെ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ കളറിലെയും സോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പഴം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന. പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ എനിക്കൊരു കാര്യം പിടികിട്ടിയത്, നമ്മുടെ ഈ ചെറിയ പാക്കറ്റ് കപ്പ വറുത്തത്, ചിപ്സ് അങ്ങനെയൊന്നും കിട്ടത്തില്ല. എല്ലാം ഭയങ്കര വലിയ സൈസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയാണോ ബോർഡറിലൊക്കെ ഉണ്ടാകുന്നതാണെന്ന് തോന്നുന്നത്. പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ യാത്ര തുടങ്ങി. അതായത് നമ്മുടെ കാട് കഴിഞ്ഞു, നമ്മളങ്ങനെ തേയിലത്തോട്ടത്തിൽ കയറി.
ഇനി യാത്ര അങ്ങോട്ട്. അപ്പോൾ ഇനി നമ്മുടെ വാൽപ്പാറ ഡെസ്റ്റിനേഷൻ എത്തണം. അത് കഴിഞ്ഞ് നമ്മൾ പൊള്ളാച്ചി വഴി തിരിച്ചു വരാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മൾ വാൽപ്പാറ ഓൾമോസ്റ്റ് എത്താറായി. അവിടെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത് ഇതൊക്കെയായിരുന്നു നമ്മുടെ എന്താ പറയുക അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ അവിടുത്തെ കുറച്ച് ആൾക്കാർ ടീ പ്ലാന്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് പോകുന്നു. കാരണം വെച്ചാൽ വൈകുന്നേരം ആയി തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനെത്തി. ഇത് എന്തായിരുന്നു, ഷോളയാർ ഡാമിൻ്റെ അവിടെ ഉള്ളൊരു പാർക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആനിമൽസിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് സഹിക്കാൻ മേലാത്ത, ഇതാണ് ഈ കല്യാണം കഴിച്ചവരുടെ നിന്ന് നമ്മൾ പോകരുത്, ഇതാണ് അവസ്ഥ. അതൊക്കെ കഴിഞ്ഞ് അവർ ഫോട്ടോ എടുത്ത് തന്നപ്പോഴത്തേക്ക് ഒരാളതാ എൻ്റെ നേർക്ക് വരുന്നത്. ഞാനൊരൊറ്റ ഫോട്ടോ. പിന്നെ ഫിറോസൊക്കെ പറഞ്ഞ പോലെ കുറച്ച് എന്താ പറയുക, കുറച്ച് മുളകും മല്ലി ഇവനൊക്കെ ഒന്ന് എടുത്ത് മസാല വരട്ടി ഒന്ന് എടുത്താലോ. അങ്ങനെ നമ്മൾ മുതലയുടെ വായിലൊക്കെ പോയി തലയൊക്കെ വെച്ച് പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളും, പക്ഷെ അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഊഞ്ഞാലാടുന്ന്, അങ്ങനെ കുറച്ച് കാര്യംസ് അതൊക്കെ ഇങ്ങനെ ഓരോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിർത്തുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ ഒന്ന് കാണുന്നത്. ആക്ച്വലി ഞങ്ങൾ എത്ര പേരുണ്ട് എന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. പിന്നെ അവിടെ ഒരു ചെറിയ കടയിൽ നമ്മൾ സോഡ നാരങ്ങ, അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെത്തിയതല്ലേ, അപ്പോൾ തമിഴ്നാട്ടിലെത്തി എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമല്ലോ എന്ന് കരുതി. ഇത് എന്താ പറയുക, നല്ല രസമുണ്ടല്ലേ, പുള്ളിനെ കാണാൻ വീരപ്പനെ പോലെ ഉണ്ട്. അങ്ങനെ നമ്മൾ സോഡ നാരങ്ങ, സോഡ സർബത്ത്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് കുന്തിരിക്കം അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ട്രിപ്പ്, അപ്പോൾ KSRTC ബസ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയാനില്ല. ഞാൻ ഓർത്ത് ഈ വാൽപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, നമുക്ക് അവിടെ പോയി കുറേ സ്പെൻഡൊക്കെ ചെയ്യാമെന്നൊക്കെ കരുതി ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും അല്ല. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് വാലി പോലത്തെ സ്ഥലങ്ങൾ, കുറച്ച് എസ്തറ്റിക് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, അങ്ങനെ കുറച്ച് നേരം മറ്റേ സൺ റൂഫൊക്കെ ഓപ്പൺ ചെയ്ത് പിള്ളേരൊക്കെ പുറത്ത് അങ്ങനെ എൻജോയ് ചെയ്ത്. അപ്പോൾ അവിടെയും ഞാൻ ഓർത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ. എന്തായാലും നമ്മൾ ഒരു വഴിക്ക് പോകുക, പിന്നെ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഓരോ മെമ്മറീസ്. നമ്മൾ ഓരോ സ്ഥലത്ത് പോയി അത് വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് ഇനി പിന്നെയും നമുക്കെടുത്ത് നോക്കാമല്ലോ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിക്കാമല്ലോ, നമ്മൾ ഇതേപോലെ ട്രിപ്പ് പോയതുപോലെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പോയാലോ എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കാമല്ലോ. അങ്ങനെ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി. സൺ റൂഫൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ സാധനം ഞങ്ങളുടെ എന്താ പറയുക, കോളേജിൽ പഠിക്കാൻ നേരത്ത് ഞങ്ങളുടെ മിനി പ്രൊജക്റ്റ് ആയിരുന്നു കേട്ടോ. ആ സാധനം നമ്മുടെ സേഫ്റ്റി ഗാർഡായിട്ട് നമ്മൾ വെക്കുന്നത്, വണ്ടി ഇടിച്ചാലും അവിടെ ഇടിച്ച് നിൽക്കാതെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ സൈഡിലോട്ട് പോകണമെന്ന്. അങ്ങനെ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കോളേജ് കാലം ഓർമ്മ വന്ന് എൻ്റെ നൊസ്റ്റുമായിട്ടുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തേയിലത്തോട്ടം, ഒടുക്കത്തെ ആംബിയൻസ്, ഒടുക്കത്തെ വ്യൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ ഫോട്ടോ എടുക്കാതെ നമ്മൾ പോകും ഗൈസ്. അങ്ങനെ എൻ്റെ കുറച്ച് എസ്തറ്റിക്കൊക്കെ നിങ്ങളൊന്ന് സഹിക്കണം. ചെറുപ്പമാകാനായിട്ട് ഇങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ നമ്മൾ ചെയ്യണമല്ലോ. എന്നാലും നമ്മളെങ്ങനെ ഇരുന്നാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. സമയം കിട്ടുമ്പോഴൊക്കെ കറങ്ങാൻ പോവുക, സമയം കിട്ടുമ്പോൾ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അങ്ങനെ ഞാൻ വണ്ണമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹെൽത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളതിനെ കളിയാക്കരുത് ഗൈസ്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ സിനിമയിലൊക്കെ ഇങ്ങനെ ഒരു വ്യൂ കാണത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ നോക്കിയെന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മളൊക്കെ അത് എത്രയാകും എന്നൊക്കെ കരുതും. പക്ഷേ അതൊക്കെ ചുമ്മായിട്ട് വീഡിയോ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ റബ്ബേ എന്തൊക്കെ അപരാധങ്ങളാണോ എടുത്തു വെച്ചേക്കുന്നതെന്ന്. അങ്ങനെ ഇവർക്ക് തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ഉള്ള ഫോട്ടോ വേണം. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തു കൊടുത്ത് അങ്ങനെ ദൂരെ നമ്മൾ നോക്കാനത്ത് കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഞാൻ വല്ല സ്ഥലത്തും പോയി തട്ടി തടഞ്ഞ് വീണാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ടൊക്കെ നോക്കുന്നത്. അവിടെയൊക്കെ ഉള്ളതാണോ അത് താഴത്തോട്ട് വീഴുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ഇരുട്ടി വരുന്നുണ്ട്. നമുക്ക് ഹെയർ പിന്ന് കയറാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് എനിക്കൊന്ന് ടോട്ടലി 42 സംതിങ് ഹെയർ പിന്നുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ യാത്ര ചെയ്യുന്നവർക്ക് ഈ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള അസീന ഓരോ ഹെയർ പിന്ന് കഴിയുന്നവർ നിർത്തി വാൾ വെച്ചാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മറ്റേ ആ കടയിൽ ഒന്ന് കയറിയപ്പോഴത്തേക്ക് കുറേ സാധനങ്ങൾ കഴിക്കുന്നതൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നുകൊണ്ട് എന്താ പറയുക, വിശപ്പുണ്ടോയെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇരുന്ന് കഴിച്ച് ഞങ്ങളങ്ങ് പോകുക. അപ്പോൾ നമ്മളിങ്ങനെ ഹെയർ പിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഓരോ ഹെയർ പിന്നും ഓരോ പേരുള്ള കാര്യം അപ്പോഴൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഓൾമോസ്റ്റ് ഒരു
ഒരു 20 സംതിങ് ഒക്കെ എത്തിയപ്പോഴത്തേക്കാണ് അയ്യോ ഇതിൻ്റെ ബോർഡായിരുന്നല്ലേ, ഓരോത്തിനും ഓരോ ബേർഡിൻ്റെ പേര്, ഓരോ മൃഗത്തിൻ്റെ പേര്, അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ട് കേട്ടോ, എന്തോ പ്രത്യേകതകളുണ്ട്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഈ സൺസെറ്റ് വ്യൂ കാണാൻ നല്ല രസമുണ്ട്. ഓറഞ്ച് എന്താ പറയുക, നമ്മൾ കളറടിക്കുന്ന കളറൊക്കെ ആകാശത്ത് കിടപ്പുണ്ട്. അങ്ങനെ ദേ ഓരോ ഹെയർ പിന്നായിട്ട് നമ്മൾ വളഞ്ഞിറങ്ങുക. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മൾ ചെയ്തൊരു സാധനം, ഐ മീൻ നമ്മൾ എന്താ പറയുക, പ്രൊജക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ചൊരു സാധനം ഇങ്ങനെ റോഡിൽ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം കാണത്തില്ല. അപ്പോൾ ദേ ഇതാട്ടോ ഞാൻ പറഞ്ഞ, അങ്ങനെ ഓരോ വളവിനും ഓരോ ബേർഡിൻ്റെ പേര്. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി പിന്നെ വിശന്ന്, പിന്നെ ഹാഷറിൻ്റെ അതിനകത്ത് പറഞ്ഞ പോലെ ഏതോ ഒരു ഉൾഗ്രാമത്തിലൊരു അക്കച്ചി ഇരുന്ന് വട ഉണ്ടാക്കി ആ ഒരു കോൺസെപ്റ്റിലുള്ളൊരു കടയിലെത്തി കേട്ടോ. അതായത് ഹൈവേ തന്നെയാണ് കേട്ടോ ഈ കട. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഒരു വിറകടുപ്പിൽ നല്ല എന്താ പറയുക, ബുൾസൈ, പിന്നെ ദോശ, എന്തൊക്കെയോ കുറേ കറികളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അൻവറിക്ക കയറി ആ സ്ഥാനമൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ അവരെ സഹായിച്ച് അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസും പ്ലേറ്റും ഒക്കെ നമ്മളെടുത്ത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ നമ്മളോർത്ത് ഇപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ടൗണിലോട്ടൊക്കെ കയറുമ്പോഴത്തേക്ക് ഹെവി ആയിട്ട് കഴിക്കാം. ഇതൊക്കെയായിരുന്നു അവരുടെ കറികൾ. ഐ മീൻ ചമ്മന്തി, തക്കാളി, എന്തോ സാധനമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അവർ ഓൾറെഡി ഉണ്ടാക്കി വയ്ക്കും. പിന്നെ ദോശയാണ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ലൈവായിട്ട് തരുന്നത്. പിന്നെ കട്ടൻ, ഓംപ്ലേറ്റ്, ബുൾസൈ, അങ്ങനെ പല 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 വെറൈറ്റികളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും കേരളത്തിലെത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ തൃശ്ശൂർ പാലക്കാട് ആ ഒരു റേഞ്ച്, പാലക്കാട് എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഡബിൾ പ്ലാൻ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ നമുക്ക് കോയമ്പത്തൂരൊക്കെ പോയി പർച്ചേസൊക്കെ കഴിഞ്ഞാൽ, പക്ഷേ ചില ആൾക്കാർക്ക് തിരിച്ച് വരേണ്ട പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ ആ പ്ലാൻ വർക്കൗട്ട് ആയില്ല. അങ്ങനെ ആദ്യത്തെ കടയിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ ഫുഡ് കുറച്ചുണ്ടായിരുന്നു. കാരണം രാത്രി അത്യാവശ്യം നല്ല ടൈമായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു തട്ടുകട ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കയറി പൊറോട്ട, ചിക്കൻ അതൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എൻ്റെ ഫേവറേറ്റ് ഒരു സ്ഥലമാട്ടോ. എനിക്ക് ആ എയർപോർട്ടിൻ്റെ ആ ഒരു, നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെ അങ്ങോട്ട് തിരിയത്തില്ല, എനിക്ക് ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ ഒരു കഫേ ഉണ്ട്, ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ലാൻഡിങ് ഒക്കെ അങ്ങനെ നമ്മുടെ ആ ഒരു കഫേയിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ നോക്കണേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ആലപ്പുഴയിലെത്തി ഗൈസ്. അപ്പോൾ രാത്രി എന്താ പറയുക, യാത്രയില്ല. ബൈ ബൈ.